ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോർ ദ സേക്ക് ഓഫ് ലവ് ആൻഡ് പീസ്. ഇന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചേക്കാണ്. ഇത് എൻ്റെ സ്വന്തം വീട്ടിലാണ്. നമ്മള് പെൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, രണ്ട് വീടുണ്ട്, ഒന്ന് ഹസ്ബൻഡിന്റെ വീടും സ്വന്തം വീടും. അപ്പൊ ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിലിരുന്നാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഈ ഒരു മെയ് 15 എൻ്റെ FB പേജിൽ ഞാൻ ഐ എം ഡിപ്രസ്ഡ് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ പോസ്റ്റ് ഇട്ട് എന്തിനാ എല്ലാവരെയും അറിയിക്കണേ എന്നൊരു ചോദ്യം എനിക്ക് അത്ര പ്രസക്തിയുള്ളൊരു ചോദ്യമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ഇമോഷൻസിൽ കൂടെ ഞാനും കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ ഈ FBയിലെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന FB ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരിൽ ആരൊക്കെ നമ്മൾ അന്വേഷിക്കും ഡിപ്രസ്ഡ് ആണെന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആർക്കൊക്കെ ഉണ്ടാവും എന്നറിയാലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങളെല്ലാം ഞങ്ങളുടേതായ പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ബിസിയാണ്, ഞങ്ങൾക്ക് അതിലും വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ FB ഫ്രണ്ട്സ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്ന് വെച്ചാൽ വി ആർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് വി ആർ ഇന്റർ കണക്റ്റഡ്. അപ്പൊ നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അത് എന്താന്ന് ചോദിക്കാനും അതിനപ്പം തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാനും ഒന്നും വേണ്ടിയിട്ടല്ല. ജസ്റ്റ് ആസ്ക് ദം, എന്നിട്ട് ജസ്റ്റ് നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു വാക്ക് അത് പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടോ? പിന്നെ എനിക്കിപ്പോൾ എൻ്റെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ FB പേജിൽ ആരുടെയോ പേജിൽ ഐ എം ഡിപ്രസ്ഡ് എന്നിട്ടിട്ട് ഞാനതിപ്പോൾ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ? അപ്പം ഞാൻ പറയണം, അപ്പം ഞാൻ അങ്ങനത്തെ പേഴ്സൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ പേഴ്സൺ അല്ല. എൻ്റെ അറിവിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പം ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാനത് അന്വേഷിച്ചിട്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നുള്ള ഫീലിങ്സ് കൂടെ കടന്നു പോയവർക്ക് മാത്രമേ അതെന്താന്ന് അറിയാൻ പറ്റുള്ളൂ. അതെന്താന്ന് അറിയാൻ പറ്റുന്നവർക്ക് അതിൻ്റെ ഫീൽ അറിഞ്ഞ ഒരാൾക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അയാൾക്ക് വേണ്ട സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാനും പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഈ വേൾഡിന് നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഹ്യൂമാനിറ്റിയുടെ ഒരു പെർസെൻറ്റേജ് എങ്കിലും എല്ലാവരിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അറിവിലുള്ളവർ, നമ്മുടെ FB ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എനിക്കതറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോൾ അവരൊന്ന് അന്വേഷിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും കഴിയുന്നുണ്ട്. എന്നാലല്ലേ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു മീനിങ് ഉള്ളൂ. പിന്നെ ഇതൊന്നും ആരും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. പലപ്പോഴും പലരോടും പറയണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പം ഐ എം സ്റ്റിൽ ഗോയിങ് ത്രൂ ദാറ്റ് സ്റ്റേജ്, ഓക്കെ, ആൻഡ് ഐ എം ഇൻ മെഡിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഒരു 2 weeks ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുകയായിരുന്നു. ആൻഡ് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ എന്നും ഡിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എൻ്റെ പാരൻസും എൻ്റെ കുട്ടികളും എൻ്റെ ഫാമിലിയും അവർ തന്നെയാണ് എന്നും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും അവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാത്തിനും. അതിൽ ആ ഒരു ഫീലിങ്സ് കൂടെ കടന്നു പോകാൻ ആരാണോ അത് സഫർ ചെയ്യണത് അയാൾക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ, അയാൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ചുറ്റുമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ആ സപ്പോർട്ടും ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെതായ പേഴ്സണൽ ലൈഫും തിരക്കുകളും ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. ആ വീഡിയോസും ഞാൻ എൻ്റെ ഹ്യൂമാനിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തിരക്കുകൾ ഉണ്ടെങ്കിലും ആ തിരക്കുകളുടെ ഇടയിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക,
അത് എൻ്റെ ലൈഫിന്റെ പേർപ്പസിന്റെ ഒരു പാർട്ടായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലും ഈ ഒരു വീഡിയോ ഇടാനും ഇത് എല്ലാവരിലേക്കും എത്തിക്കാനും ശ്രമിച്ചത്. I was going through such an horrible, overwhelming, exhausting stage in my life and still going through. അങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടോ എന്ന് ആർക്കെങ്കിലും അറിയോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ കുറേ ഇമോഷൻസും ഉണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെയും നമ്മളുടെ കുറേ കണ്ടീഷൻസിൻ്റെയും നമ്മൾ ജീവിക്കുന്ന എൻവയൺമെൻറ്റിൻ്റെയും സറൗണ്ടിങ്സിൻ്റെയും നമ്മുടെ റിലേഷൻഷിപ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടാണ് ഇങ്ങനെ കുറേ ഫീലിങ്സൊക്കെ ഫീൽ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, എനിവേ ഈ വീഡിയോ എൻ്റെ ആയിട്ടില്ല, ഇത് കണ്ടിന്യൂ ചെയ്യും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഇച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം കാണുന്നവർക്കും ഒരു എൻ്റെ മുഖത്ത് ആ ഒരു ഫീലിങ്സ് അങ്ങോട്ട് ഇട്ട് തരാനും ഞാനും ആഗ്രഹിക്കുന്നില്ല. സോ ഐ ആം ലാഫിങ്. ഓക്കെ, ബൈ ബൈ.